ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ചെറിയ കുക്കിങ്ങാണ്. ഞാൻ ചെയ്യാൻ പോകുന്നത് കിളിമീൻ കറിയാണ്. അതിനുള്ള ഇൻഗ്രീഡിയൻസ്: ഉലുവ, കൊച്ചുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, അതുപോലെ തന്നെ പുളി, ഉപ്പ്, വെള്ളം, മസാലക്കൂട്ട്, അതുപോലെ തന്നെ എണ്ണ, ഉലുവ എല്ലാം ഉണ്ട്. നമുക്കിനി കറിയിലോട്ടേക്ക് പോവാം. നമുക്ക് ഇച്ചിരി സ്റ്റൗവിൻ്റെ ഇത് കൂട്ടി വെക്കാം. അതിനുശേഷം നമുക്ക് എണ്ണ ഒഴിക്കാം. നമുക്ക് എണ്ണ ചൂടാവട്ടെ. ഇനി നമുക്ക് നമ്മുടെ ഉലുവ ഇടാം. കണ്ടല്ലോ, ഇത്രയും ഉലുവ നമുക്കിടാം. നമുക്കിത് ഉലുവ മുട്ടുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ കൊച്ചുള്ളിയാണ് ഇടേണ്ടത്. നമുക്ക് ഈ പാത്രത്തിൽ അരിഞ്ഞു വെച്ച് അത്രയും കൊച്ചുള്ളി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റാം. ഞാനിതിപ്പോൾ വഴറ്റുവാണ്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരണം. ഒരു ചെറിയൊരു ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇച്ചിരി ഒരു 2-3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം ഒന്ന് വഴറ്റാം. ഞാനിപ്പോൾ ഇത് വഴറ്റതാണ്. നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരാം. നമുക്ക് ചെറുതായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ടൊന്ന് വഴറ്റാമേ. നമുക്കൊന്ന് വഴറ്റുവാണ് ഇപ്പം ഞാൻ. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് കൂട്ടിയിട്ട് വെക്കാം. എന്നിട്ട് നമുക്കൊന്ന് നല്ലോണം വഴറ്റാമേ. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അപ്പം എൻ്റെ ചെറുതായിട്ടൊന്ന് ഗോൾഡൻ ഷെയ്ഡായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നല്ലോണം വഴണ്ട് വരണം. അപ്പം എൻ്റെ പച്ചമുളകൊക്കെ നല്ലോണം ഒന്ന് വഴണ്ട് വരുന്നതേ ഉള്ളൂ. അപ്പം ഞാനായിട്ട് ഇതൊന്ന് വഴറ്റുവാണ് നല്ല രീതിക്ക്. ഉള്ളിയൊക്കെ ഇച്ചിരി ഒന്ന് കളറായി വരുന്നുണ്ട്. നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും കുറച്ചാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങളും അപ്പം എത്ര അളവ് വേണോ അത്ര അളവ് നിങ്ങൾക്ക് ചേർക്കാം. എരിവിനനുസരിച്ചുള്ള മുളക് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു മസാലക്കൂട്ട് ചേർക്കണം. ഇതിനകത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വെള്ളമൊക്കെ ചേർത്തൊന്ന് അരച്ച് വെച്ചാണ് നമുക്കിതെല്ലാം ചേർക്കാം. ഞാനിപ്പോൾ ആ ഒരു മസാലക്കൂട്ടാണ് ചേർക്കുന്നത്. നമുക്കിതൊന്ന് എല്ലാം ഒന്ന് ഇതിൻ്റെ അകത്തൊന്ന് ചേർക്കുവാണ് ഇപ്പം ഞാൻ. ഇനി നമുക്കിതൊന്ന് ഇതിലേക്കൊന്ന് കൂട്ടി ഒഴിയിപ്പിക്കാം. ഈ മുളകിലെല്ലാം ഒന്ന് കയറണം. ഈ ഉള്ളിയിലും പച്ചമുളകിലെല്ലാം ഒന്ന് ചേർക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റി അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റണം കഴിയും. ഞാനിപ്പം തന്നെ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യുവാണ്.
ഇതിൻ്റെ പച്ചമണം വേറെ മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കണം. അപ്പം അതിനുള്ള ഒരു സാവകാശം നമുക്ക് ഇതിന് കൊടുക്കണം. അപ്പം നിങ്ങൾ അതുവരെ ഇതാണ് നമ്മൾ കിളിമീൻ കറിയാണല്ലോ വെക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പം എൻ്റെ ഏതാണ്ട് വൈനോട് ഇരിക്കുകയാണ്, ചെറിയൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പം എൻ്റെ ഏതാണ്ട് ഞാൻ വഴറ്റിക്കൊണ്ടിരിക്കുവാണ്. ഇനി അപ്പം എൻ്റെത് മസാലയെല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി പുളി ചേർക്കാം. ഞാൻ നല്ല വടക്കം പുളി ഇതിനകത്തേക്ക് ചേർക്കുവാണ്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഒന്ന് കൂട്ടി ഒരുമിക്കണം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർക്കുവാണ് ഞാൻ. നിങ്ങൾക്ക് എത്ര ആവശ്യമുള്ള വെള്ളമാണോ അത്ര ആവശ്യമുള്ള വെള്ളം നിങ്ങൾക്ക് ചേർക്കാം. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊന്ന് തിളയ്ക്കണം. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാം. ഞാൻ എന്തായാലും ഇപ്പോൾ കുറച്ച് ഉപ്പ് അങ്ങോട്ട് ചേർക്കുകയാണ്. ഇനി നമുക്ക് ഇതൊന്ന് തിളപ്പിക്കാൻ വെക്കണം. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പിൻ്റെ അകത്ത് ചേർക്കാം. ഞാൻ കുറച്ചും കൂടെ ഇച്ചിരി ഉപ്പും കൂടെ ചേർക്കുവാണ്. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ ഇച്ചിരി കൂട്ടി വെക്കുവാണ്. എല്ലാം മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇതെല്ലാം ഒന്ന് തിളയ്ക്കണം. അപ്പോൾ അത് തിളയ്ക്കുന്ന വേറെ ഒന്ന് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം ഒന്ന് ഇനി നമുക്കിതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കാം. അപ്പം നമുക്ക് ഇച്ചിരി കൂട്ടി വെക്കാൻ തീ. നമുക്കൊന്ന് തിളയ്ക്കുന്ന വരെ ചെയ്യാം. നമുക്കൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഒന്ന് തിളക്കട്ടെ ഗൈസ്. നമുക്ക് കുറച്ച് നേരം എടുക്കും ഒന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട്. അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക.
നമ്മുടെ കിളിമീൻ കറിയുടെ അരപ്പൊക്കെ ഒന്ന് വെന്ത് സെറ്റായി വരണം. അപ്പോഴത്തേക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ അതിൻ്റെ ഇതൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ സ്പെഷ്യൽ താരമായ കിളിമീൻ ചേർക്കണം. അപ്പോൾ ഇതാണ് എൻ്റെ കിളിമീൻ കണ്ടല്ലോ. നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ എൻ്റെ കിളിമീനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത് 2 കിളിമീനാണ്. നമുക്ക് തവി വെച്ചൊന്ന് മിക്സ് ചെയ്യാം. പകുതി മിക്സ് ചെയ്യണം. ആ അരപ്പൊക്കെ മീനിലേക്കൊന്ന് പിടിക്കണം. ഇനി നമുക്ക് ഈ മീൻ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അടച്ചു വെക്കണം. അപ്പം ഞാൻ എന്നെ അടച്ചു വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. നമ്മുടെ മീനും അരപ്പൊക്കെ ആയിട്ടൊന്ന് മിക്സ് ആയിട്ട് വരണമെങ്കിൽ അപ്പോൾ 5 മിനിറ്റത്തേക്കൊന്ന് വെയിറ്റ് ചെയ്യാം.